അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ എന്ന പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററിലെ എ പാർട്ടിൽ നിന്നുള്ള 4ാമത്തെ തംരീനാണ് നമുക്ക് വായിക്കുവാനുള്ളത്. ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ് ഈ ഒരു തംരീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തേത് ഇഖ്റ, റീഡ്. എന്നിട്ട് ഓരോന്നും നമ്മൾ വായിച്ചു നോക്കുക. കെസ്ലാനു, ജൗആനു, അത്ഷാനു, ഗൾബാനു, മൽആനു. ഒന്നും കൂടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ 5 കെലിമത്തുകൾക്കും അഥവാ വാക്കുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേകതകൾ എന്നതിലപ്പുറം ഒരു പ്രത്യേകത ഇതിന് നമുക്ക് കാണാൻ കഴിയും. എന്തായിരിക്കും അത്? ഒന്നാലോചിച്ച് നോക്കുക. കെസ്ലാനു എന്നത് വായിക്കുമ്പോൾ ആ കെസ്ലാനു എന്നതിലെ അവസാനത്തെ 2 അക്ഷരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് അവിടെ കൊടുത്തത്? അലിഫും നൂനുമാണ് അല്ലേ? കെസ്ലാനു. അലിഫും നൂനു എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ 2ാമത്തേത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ജൗആനു എന്ന് പറയുമ്പോഴും അവസാനം അലിഫും നൂനും. അത്ഷാനു എന്ന് പറയുന്നിടത്തും ഗൾബാനു എന്ന് പറയുന്നിടത്തും മൽആനു എന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ കാണുന്നത് ആ വാക്കുകൾ 5 വാക്കുകളും അലിഫും നൂനിലും അവസാനിക്കുന്നതാണ്. അഥവാ അൽ മഖ്തൂമു ബി അലിഫിൻ വനൂനിൻ സഈദത്തൈനി. അധികരിച്ചു വന്ന അലിഫ്, നൂന് ഇവ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വാക്കുകൾ അവസാനിക്കുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വസ്ഫാണ്, ഇതൊരു നഅത്താണ്. വസ്ഫ്, നഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിശേഷണമാണ് അല്ലേ? എന്താണ് കെസ്ലാനു എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് എന്താണ്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കാണത്. എന്താണ് അതിൻ്റെ അർത്ഥം? കെസ്ലാനു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മടിയൻ എന്നാണ്. മടിയൻ എന്ന് പറഞ്ഞാൽ പോരാ, പെരുമടിയൻ, അറിയില്ലേ? അങ്ങേയറ്റം മടി കാണിക്കുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ജൗആൻ എന്ന് പറഞ്ഞാലോ, ജൗആൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങേയറ്റം വിശക്കുന്നവൻ എന്നതാണ്. വിശപ്പിൻ്റെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. ആ വാക്കിന് ഫഅലാൻ എന്ന വസിനിൽ വന്നതുകൊണ്ട് അതിന് ആ ഒരു അർത്ഥം വരും. ഇംതിലാ ഉവസ്സഅ, നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് വിശപ്പ് എന്നർത്ഥം. അത്ഷാൻ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ദാഹിച്ച് വലഞ്ഞവൻ എന്നതാണ്. ഗൾബാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അവസ്ഥ, അങ്ങേയറ്റം ദേഷ്യപ്പെട്ടവൻ. മൽആൻ, നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. നിറഞ്ഞു കവിഞ്ഞത്. ഗൾബാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദേഷ്യത്തിലെത്തിയവൻ,
മൽ ആൻ നിറഞ്ഞു കവിഞ്ഞത് എന്ന്. അപ്പോൾ ഈ വാക്കുകൾ അലിഫും നൂനും കൊണ്ട് അവസാനിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇത് വിശേഷണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ എഴുതിയെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന് എന്താണ് എഴുതിയപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത്? കെസ്ലാ നൂ എന്നതാണ്. നൂ എന്തു കൊടുത്തില്ല? നൂ എന്ന് കൊടുത്തു. തൻവീന് കൊടുത്തില്ല. നുൻ എന്ന് പറഞ്ഞില്ല. കെസ്ലാ നുൻ എന്ന് പറഞ്ഞില്ല. ജൗ ആനു എന്നാ പറഞ്ഞത്. എന്നാൽ ജൗ ആനുൻ എന്നവിടെ എഴുതിയിട്ടില്ല. ഗൾബാനു എന്ന് പറഞ്ഞു, ഗൾബാനുൻ എന്ന് എഴുതിയിട്ടില്ല. മൽ ആനു എന്ന് പറഞ്ഞു, മൽ ആനുൻ എന്ന് എഴുതിയില്ല. എന്താ അങ്ങനെ പറയുന്നത്? എഴുതിയിട്ടില്ല എന്ന് പറയും. കാരണം അതങ്ങനെ എഴുതാൻ പാടില്ല എന്നർത്ഥം. അഥവാ അലിഫും നൂനും കൊണ്ട് സായിദത്തായി വന്ന വിശേഷണങ്ങൾ അതിന് തൻവീന് നൽകാൻ പാടുള്ളതല്ല. അതാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതുമായി റിലേറ്റഡായ ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് സവിസ്തരം അത് വിശദീകരണമായി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു വശം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് വിശേഷണമാണ് എന്നും അലിഫും നൂനും സായിദത്തായി വന്നതാണ് എന്നും മനസ്സിലാക്കി താഴെ കൊടുത്തിരിക്കുന്ന 4 വചനങ്ങളെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, അതാണ് ഇവിടുത്തെ പരിശീലനം എന്ന് പറയുന്നത്. ശരി, ഒന്നാമത്തെ വായിച്ചു നോക്കൂ. ഒന്നാമത്തേത് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാലേ, അന ജൗ ആ, അതെങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക. അന രണ്ടാമത്തേത് അൻത, ജോ ആൻ എന്ന പദമാണ്. അപ്പോൾ അതവിടെ എങ്ങനെ വായിക്കണം? ലാ അന അത്ഷ, ഇങ്ങനെ വായിക്കണം. അവസാനം ഞാൻ ഉച്ചരിക്കാത്തത് നിങ്ങളിലേക്ക് വിട്ടു തരികയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ലിമാദൽ മുദർരിസു ഗൽബ അൽയൗം, അവിടെ എങ്ങനെ വായിക്കണം? അൽ കൂബുമൽ ആ, ഇങ്ങനെ വായിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ വായിച്ചാൽ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വായിച്ചു നോക്കുക. എന്തായിരിക്കും അവിടെ മുകളിൽ കൊടുത്ത ആ ഒരു നിയമം ഒന്നുകൂടെ നിങ്ങൾ മനസ്സിരുത്തിയിട്ടായിരിക്കണം ഇത് വായിക്കേണ്ടത്. അന ജൗആനു എന്ന് വായിക്കണം. ശ്രദ്ധിച്ചല്ലോ, അന ജൗആനു. ഇത് നമുക്ക് മറ്റൊരു ഇതല്ലാത്ത ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അതൊന്നും കൂടെ നമുക്ക് ഹൃദയത്തിലേക്കത് ഒന്നും കൂടെ നമുക്ക് മനസ്സിരുത്തുവാൻ നമുക്ക് കഴിയും. അപ്പം ഞാൻ അധ്യാപകനാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? നോക്കൂ, അന അല്ലേ, എങ്ങനെയാണ് നമ്മൾ എഴുതാമെന്ന് കൂടെ നോക്കാം നമുക്ക്. എങ്ങനെ, ഏത് രീതിയിൽ നമ്മൾ എഴുതണം? എഴുതുന്ന രീതിയാണ് പറയുന്നത്. അന എന്ന് എഴുതും നമ്മൾ. എന്നിട്ടോ അന എന്ന് എഴുതി. അധ്യാപകൻ എന്നല്ലേ എഴുതേണ്ടത്? മുദർരിസുൻ എന്ന് തന്നെ എഴുതണം അല്ലേ? മുദർരിസുൻ ഉണ്ടോ? സുൻ, മുദർരിസുൻ എന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് നോക്കൂ നിങ്ങൾ. ഞാൻ വിദ്യാർത്ഥിയാണ് എന്നാണെങ്കിൽ എങ്ങനെ എഴുതും? അന ദാരിസുൻ ഉണ്ടോ? അനദാരിസുൻ എന്നാണ് എഴുതുക. ഞാൻ സലീമാണ് എന്നെങ്ങനെ എഴുതുക? അന സലീമുൻ എന്നെഴുതും. ഞാൻ ഡോക്ടറാണ് എന്നിങ്ങനെ എഴുതുക? അന ത്വബീബുൻ എന്നെഴുതും. എന്താണ്? എന്നാൽ അതേ സമയത്ത് അന ജൗആനുൻ എന്ന് പറയാൻ പാടില്ല. ആ ഒരു നിയമമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പഠിക്കുന്നത്. അവിടെ എങ്ങനെ വായിക്കണം? അന ജൗആനു എന്നാണ് വായിക്കേണ്ടത്. രണ്ടാമത്തേത് അന ജൗആനു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അങ്ങേയറ്റം വിശപ്പുള്ളവനാണ്, വിശക്കുന്നവനാണ് എന്നർത്ഥം. ശരി, രണ്ടാമത്തേത് നോക്കാം നമുക്ക്. അഅൻത ജൗആനു, അഅൻത ജൗആനു, നീ നല്ല പോലെ വിശക്കുന്നവനാണോ, നല്ല വിശപ്പുള്ളവനാണോ നീ എന്നതാണ് അതിൻ്റെ അർത്ഥം. ശരി, ലാ അല്ല, അന അത്ഷാൻ,
എനിക്ക് ദാഹമാണ്, ഞാൻ ദാഹിക്കുന്നവനാണ്. അന അതുഷാനു എന്ന് കൊടുക്കണം. അന അതുഷാനു. യെസ്. അടുത്തത് ലിമാദൽ മുദർരിസു ഗൾബാനുൽ യൗം. എന്താ ഇന്ന് അധ്യാപകൻ അങ്ങേയറ്റം ദേഷ്യത്തിലാണല്ലോ. ഉണ്ടോ? ലിമാദൽ മുദർരിസു, എന്തുകൊണ്ടാണ് അധ്യാപകൻ ഗൾബാനുൽ യൗം അങ്ങേയറ്റം ദേഷ്യക്കാരനായത് എന്തുകൊണ്ടാ? യെസ്, അവിടെ ഗൾബാനു എന്നേ പറയാൻ പാടുള്ളൂ. അൽ കൂബു മൽ ആനു. അൽ കൂബു മൽ ആനു. ആ കോപ്പ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നതാണ്. കോപ്പ നിറഞ്ഞ് കവിഞ്ഞതാണ് എന്നർത്ഥം. നേരെ മറിച്ച് അവിടെ മൽ ആൻ അല്ലാത്തൊരു വാക്കാണെങ്കിലോ അൽ കൂബു ജദീദുൻ. ജദീദുൻ ഉണ്ടോ? അൽ കൂബു ജദീദുൻ. പക്ഷേ മൽ ആനു അലിഫുൻ വനൂനുൻ അഥവാ അലിഫും നൂനും സായിദത്തായി വന്ന വിശേഷണമായതുകൊണ്ട് അവിടെ എങ്ങനെ വായിക്കണം? അൽ കൂബു മൽ ആനു എന്നേ വായിക്കാൻ പാടുള്ളൂ. മൽ ആനുൻ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്തതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൽ കലിമാത്തുൽ ജദീദത്തു. അപ്പോൾ ഈ പാർട്ടി എ പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ്. അൽ കലിമാത്തുൽ ജദീദത്തു, ദ ന്യൂ വേർഡ്സ്. ദ ന്യൂ വേർഡ്സ് അഥവാ ഈ പാഠഭാഗത്ത് വന്നിരിക്കുന്നതായ പുതിയ കെലിമത്തുകളാണ്, വേർഡ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ അറബി ഭാഷ പഠിച്ച ആളുകൾക്കൊക്കെ പരിചിതമായ സുപരിചിതമായതാണെങ്കിലും ഈ ടെക്സ്റ്റിൽ ഈ പാഠഭാഗത്ത് ആയിട്ടാണ് ഇത് ആദ്യമായി വന്നത്. ഇത് പുതിയ വാക്കുകളാണ്. അല്ലുഗത്തു എന്താണതിൻ്റെ അർത്ഥം? ലാംഗ്വേജ്, ഭാഷ അല്ലേ. ഷഹീറുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഫേമസ് ആയത്, അറിയപ്പെട്ടത്. അൽ മദീനത്തു, മദീന സിറ്റി, പട്ടണം അല്ലേ. അത്വഇറു പക്ഷി. അൽ യൗം, അൽ യൗം ടുഡേ. കെസ്ലാനു മടിയൻ, അങ്ങേയറ്റം മടിയൻ. ജൗആനു അങ്ങേയറ്റം വിശക്കുന്നവൻ. അതുഷാൻ അങ്ങേയറ്റം ദാഹിക്കുന്നവൻ. മൽ ആൻ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്. ഗൾബാൻ അങ്ങേയറ്റം ദേഷ്യപ്പെട്ടവൻ, ദേഷ്യമുള്ളവൻ. അൽ ഉസ്ഫൂറു, ഉസ്ഫൂർ യാനി കുരുവി. അൽ യൗം ടുഡേ. അപ്പം ഇതാണ് ഈ പാഠഭാഗത്ത് വന്നിരിക്കുന്നതായ പ്രധാനപ്പെട്ട വാക്കുകൾ. മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവും അതടിസ്ഥാനമാക്കിയിട്ടുള്ള അമലും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഭാഷ പഠിച്ച് അത് പ്രയോഗിക്കുവാനുള്ള അവസരങ്ങൾ ധാരാളം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.